ഷഫീഖ് നസ്രുള്ള ചേരുന്നുണ്ട്. ഷഫീഖ്, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിധി ഇപ്പോൾ കാസർകോട്ടെ CPM-നകത്ത് ഒരുപക്ഷെ CPM-നെ മൊത്തത്തിൽ ഇത്രയും നാൾ ഈ കൊലപാതകം നടന്നത് മുതൽ ഇത്രയും നാളുകളായി വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഒരു കാലത്തും അതിൻ്റെ കറ CPM-ന് കഴുകിക്കളയാൻ കഴിയില്ല എന്നുള്ളത് കൂടി. കാരണം ഈ CBI വരാതിരിക്കാൻ പൊതുഖജനാവിൽ നിന്ന് മുടക്കിയ കോടികളുടെ കണക്കുകൾ എല്ലാ കാലത്തും പ്രതിപക്ഷം ഉയർത്തിവിട്ടുകൊണ്ടേയിരിക്കും. ആ നിലക്ക് അതിനപ്പുറത്തേക്ക് ഇന്നിപ്പോൾ ഒരു പരമാവധി ശിക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അത് CPM-ന് എത്രമേൽ തിരിച്ചടിയാകുന്ന, കൂടുതൽ പ്രതിരോധത്തിലാകുന്ന ഒരു സംഗതിയായിരിക്കും. നിയമവൃത്തങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന സൂചനകൾ ഏത് തരത്തിലാണ് ഈ ശിക്ഷാവിധി സംബന്ധിച്ച്? കാസർഗോഡ് ജില്ലയിൽ CPM-ന് ഏറെ സ്വാധീനമുള്ള പ്രദേശത്ത് ആണ് ഈ കല്യോട്ട് എന്ന് പറയുന്ന പ്രദേശം ഉണ്ടായിരുന്നത്. അവിടെ കോൺഗ്രസിന്റെ പ്രവർത്തനം വളരെ സജീവമാവുന്നു. പ്രത്യേകിച്ചും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ഒക്കെ പ്രവർത്തനം അടിത്തട്ടിൽ, കുട്ടികളുടെ പ്രവർത്തനം മുതൽ സ്ത്രീകളുടെയും കുടുംബങ്ങളുടെയും ഇടയിൽ കോൺഗ്രസിന് വലിയ അടിത്തറയുണ്ടാക്കി. അത്തരത്തിൽ എല്ലാ ആഘോഷങ്ങൾക്കിടയിലും വലിയ രൂപത്തിൽ കോൺഗ്രസിനെ വളർത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു ഈ രണ്ട് ചെറുപ്പക്കാർ എന്ന് ആ മേഖലകൾ സന്ദർശിക്കുന്ന ആളുകൾക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. ആ രണ്ട് ചെറുപ്പക്കാരെ ഈ സംഘടനാപരമായ വളർച്ച ഉണ്ട് എന്ന കാരണം കൊണ്ട് തന്നെയാണ് കൊന്നത് എന്ന് ഈ കോൺഗ്രസും അതോടൊപ്പം തന്നെ കുടുംബവും ആരോപിച്ചിരുന്നു. അത് ശരിവെക്കുന്ന സ്വഭാവത്തിലുള്ള വിധിയാണ് കഴിഞ്ഞ ദിവസം വന്നത്. CPM-ന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പ്രതികളായി അവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ പഞ്ചായത്തിൽ കോൺഗ്രസിനാണ് വലിയ ലീഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ചും CPM അകത്ത് തന്നെ രാഷ്ട്രീയമായി അത് വിലയിരുത്തിയത് കുടുംബങ്ങളിൽ പ്രത്യേകിച്ചും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് പാർട്ടിയെ അകറ്റുന്നതിന് ഈ കൊലപാതകം ഒരു കാരണമായിട്ടുണ്ട് എന്ന് CPM തന്നെ വിലയിരുത്തിയിരുന്നു. ആ അർത്ഥത്തിൽ CPM-ന് വലിയ നഷ്ടമുണ്ടാക്കിയ സംഭവമാണ് കഴിഞ്ഞുപോയത്. ഇപ്പോൾ CPM-ന്റെ ഉദുമ മുൻ MLA ആയിരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള ആളുകൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ കുറ്റക്കാർക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കുക എന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലാണ്. 2 വർഷത്തിന് താഴെയാണെങ്കിൽ ജാമ്യം കിട്ടും. അങ്ങനെയാണെങ്കിൽ മാത്രമേ പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ ആളുകൾക്കിടയിൽ വിശദീകരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ ഗൂഢാലോചന ചുമത്തിയിട്ടില്ല. നേരത്തെ ഈ കൊലപാതകം നടക്കുന്നത് നേതാക്കൾ അറിഞ്ഞിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് CBI കോടതിയിൽ നിന്നും ഗൂഢാലോചന കുറ്റത്തിന് ചുമത്താത്തത് എന്നത് പാർട്ടി പറയുന്നുണ്ട്. ഈ പാർട്ടിയുടെ പ്രവർത്തകർ, പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകരെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അവരെ രക്ഷപ്പെടുത്താനുള്ളൊരു ശ്രമം നടത്തി എന്നതാണ് ഇവർക്കെതിരെയുള്ള കുറ്റം. അത് സംഭവം നടന്നതിന് ശേഷം ഉള്ള കാര്യമാണ്. അതിനു മുൻപ് ഈ നേതാക്കൾക്കൊന്നും തന്നെ ഈ കൊലപാതകത്തെക്കുറിച്ചുള്ള വിവരമില്ല എന്ന് CBI തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന സ്വഭാവത്തിൽ CPM പറഞ്ഞു നിൽക്കാൻ ശ്രമിക്കുമ്പോഴും പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ശിക്ഷാവിധി തന്നെയാണ് ഇന്ന് ഉണ്ടാവുക എന്ന് സൂചിപ്പിക്കുന്നു. അതോടൊപ്പം 3 വർഷത്തിലധികം ആണ് ശിക്ഷ ലഭിക്കുന്നത്, തടവിൽ ശിക്ഷ ലഭിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ചും CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, നിലവിൽ ജില്ലാ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും മുൻ ഉദുമ ഏരിയ സെക്രട്ടറി ആയിരുന്ന മണികണ്ഠൻ ഉൾപ്പെടെയുള്ള അവിടെ വെളുത്തോളി എന്ന് പറയുന്ന CPM-ന് വലിയ സ്വാധീനമുള്ള മേഖലയിലെ പ്രാദേശിക നേതാക്കൾ, ഇവർക്കെതിരെ ഈ 4 പേരെയും കൊലപാതക കുറ്റം ചുമത്തിയിട്ടില്ല. അവരെ പ്രതികളെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന കുറ്റമാണുള്ളത്. അവർക്ക് ഏത് സ്വഭാവത്തിലുള്ള ശിക്ഷാവിധിയാണ് വരുന്നത് എന്നതാണ് CPM വലിയ ആകാംക്ഷയോടുകൂടി നോക്കുന്നത്. 2 വർഷത്തിന് താഴെ മാത്രമേ വരൂ എന്നാണ് CPM പ്രതീക്ഷിക്കുന്നത്. 3 വർഷത്തിലധികമാണെങ്കിൽ അവർ ജയിലിലേക്ക് പോവേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പ്രതിസന്ധി, പ്രത്യേകിച്ചും പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ഈ ഘട്ടത്തിൽ, ജില്ലാ സമ്മേളനം നടക്കുന്ന ഈ ഘട്ടത്തിൽ വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കും അത് CPM-നെ കൊണ്ടുപോവുക. ശരി, ഷഫീഖ് സൂചിപ്പിച്ചതുപോലെ, നേരത്തെ സുനിൽ ഐസക്കും സൂചിപ്പിച്ചതുപോലെ KV കുഞ്ഞിരാമനെ കാസർകോട്ടെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളടക്കം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പേര്യ ഇരട്ടക്കൊലക്കേസിലെ വിധി വരുന്നത്. ഒരു പക്ഷേ പരമാവധി ശിക്ഷ KV കുഞ്ഞിരാമൻ ലഭിക്കുകയാണെങ്കിൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ചേക്കാം. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ വരെ ഇത് ബാധിക്കാൻ ഇടയുണ്ട്. 2 വർഷത്തിൽ കുറഞ്ഞ ശിക്ഷയാണെങ്കിൽ മാത്രമേ അവർക്ക് ജാമ്യം ലഭിക്കുകയുമുള്ളൂ. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നിർണായകമായ ഒരു ശിക്ഷാവിധിയും കൂടിയാണ് ഇന്ന് 11 മണിയോടുകൂടി കൊച്ചി CBI കോടതിയിൽ നിന്ന് വരാനുള്ളത്.